അതിജീവിതകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടി യാത്രയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നൽകിയ നിർദ്ദേശങ്ങളും നിയമവും കൂടുതൽ പഠനവിധേയമാക്കാൻ സമുദായവും സമൂഹവും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയാണ്. ഇസ്ലാം ആദ്യമേ പറഞ്ഞു, ലൈംഗികമായ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ രണ്ട് ഭാഗത്തുനിന്ന് ഒഴിവാക്കണം. പുരുഷൻ ആ ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, സ്ത്രീയും അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഇസ്ലാം പറഞ്ഞു. എത്രയോ കേസുകൾ, പുതിയ സംഭവങ്ങൾ പലതും പരിശോധിച്ചാൽ രാജ്യത്തെ നിയമമനുസരിച്ച് കൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്വമനസ്സാല വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ കറങ്ങി നടക്കുന്നു, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നു, സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവസാനം വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസാകുന്നു. അതിജീവിത എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വല്ലാത്ത സ്ഥാനത്തേക്ക് അലങ്കരിച്ചു വെക്കുന്നു. ഇതാണോ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടത്? ഇതാണോ സ്ത്രീ സംരക്ഷണത്തിനുള്ള ബുദ്ധിപരമായ പരിഹാരം? അത്തരം സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം. കൂട്ടത്തിൽ ഇസ്ലാം, മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരോട് പറയും, നിങ്ങളങ്ങനെ അന്യപുരുഷന്മാരുമായി ചങ്ങാത്തം കൂടരുത്. നിങ്ങൾ അന്യപുരുഷന്മാരുമായി ചങ്ങാത്തം കൂടുന്നത് നിങ്ങൾക്ക് തന്നെ അബദ്ധമാകും. ആരെങ്കിലും വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂടെ കൂടിയാൽ ഉടനെ നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കരുത്.